എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം ഹൃദ്രോഗം ഭക്ഷണം എങ്ങനെയാവണം എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമുക്ക് അറിയേണ്ടത് നമ്മുടെ ഹൃദയത്തെ പറ്റി പറയുമ്പോൾ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഈ നമ്മുടെ സർക്കുലേഷൻ, രക്തത്തിന്റെ ഓട്ടം, പിന്നെ ഹോർമോൺസിനെ എത്തിക്കുക ഈ സർക്കുലേഷൻ വഴി. പിന്നെ ആ രീതിയിലുള്ള കുറെ കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയം ഈ രക്തയോട്ടത്തിലാണ് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നതായിട്ട് കേൾക്കുന്നത്. ശരിക്കും ഈ ഹൃദയത്തിന്റെ ഫങ്ഷൻസിനെ പറ്റി ഒരു ബ്രീഫായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. നമ്മൾ ഭക്ഷണം ഇൻഡസ്ട്രിയിൽ നിന്ന് അബ്സോർബ് ചെയ്ത് നേരെ ഹൃദയത്തിലേക്കാണ്. അവിടെ നിന്നാണ് എല്ലാം നമ്മുടെ ബോഡിയിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 50-70 ട്രില്യൺ കോശങ്ങളാണ്. ഒരു ട്രില്യൺ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലായത് അത്ര അധികമാണ് നമ്മളൊക്കെ അറിയുന്നത്. അപ്പൊ ഇവർക്ക് എല്ലാം വേണ്ട ബ്ലഡ് കൊടുക്കുന്നത്, എല്ലാം വേണ്ട ന്യൂട്രിയൻ കൊടുക്കുന്നത് ബ്ലഡിൽ കൂടെ വേണം. ഇപ്പൊ നമ്മുടെ കയ്യിലെ ടിപ്പിലേക്കാണെങ്കിലും കണ്ണിലേക്കാണെങ്കിലും സ്കാൽപ്പിലേക്കാണെങ്കിലും എല്ലാം ബ്ലഡ് ന്യൂട്രിയന്റ് എത്തുന്നത് ബ്ലഡ് വഴിയാണ്. സോ എല്ലാ സെല്ലുമായിട്ടും ബ്ലഡ് കണക്ട് ചെയ്യണം, ബ്ലഡ് വെസൽസ് കണക്ട് ചെയ്യണം. അപ്പൊ ഈ ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്നത്, ഹാർട്ടിന്റെ പണി ഒരു പമ്പായിട്ടാണ്. അത് അതിനെ പമ്പ് ചെയ്യുമ്പോഴേക്കും പ്രഷർ കൂടി എല്ലായിടത്തും എത്തണം. അപ്പൊ അതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ യൂഷ്വലി നമ്മളെപ്പോഴും ഹാർട്ടിന്റെ ഹാർട്ട് ഡിസീസിന്റെ പ്രശ്നമായിരിക്കും. അപ്പൊ എങ്ങോട്ടെങ്കിലും പ്രഷർ ബ്ലഡ് എത്തുന്നില്ല. ഇപ്പൊ കയ്യിലെ ഒരു ഭാഗത്തേക്ക് ബ്ലഡ് എത്തുന്നില്ല. ഇപ്പം പ്രഗ്നന്റ് ലേഡീസിനാണെങ്കിൽ പ്ലാസന്റെ കൂടെ ശരിക്കും ബ്ലഡ് പോയിട്ടുണ്ട്. അപ്പൊ ആ നമ്മുടെ ബോഡിയുടെ ഒരു മെക്കാനിസം എങ്ങോട്ട് ബ്ലഡ് ഓട്ടം പറയുന്നുണ്ടോ ഒരാളുടെ ബ്ലഡ് പ്രഷർ കൂടുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അയാളുടെ ഏതോ ഭാഗത്തേക്കുള്ള രക്തക്കുഴലുകളിൽ അത് നമ്മളുടെ ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞിരുന്നത് ഏകദേശം 50,000 മൈൽസ് എത്ര എന്നാണ് ബ്ലഡ് വെസൽസിന്റെ ലെങ്ത് വരുന്നത്. അത്ര അധികം ഉണ്ട് നമ്മുടെ അതിത്ര ചെറിയ കുറവാണ്. അത് ഇത്ര അധികം ദൂരയിലേക്കാണ് ബ്ലഡ് കൊണ്ടുവരുന്നത്. അപ്പം അതിന്റെ നമ്മുടെ ഹാർട്ടിന്റെ അറ്റാക്ക് എന്നൊക്കെ പറയുന്നത് ജനറലി അതിലൊരു ബ്ലോക്ക് വരുന്നത് കൊഴുപ്പടിഞ്ഞ് രക്തക്കൊഴുകൾ, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത്. രക്തക്കൊഴുകൾ അവയാണ് ചെയ്യുന്നത്. അപ്പോൾ നാച്ചുറലി പ്രഷർ കൂട്ടി അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അതാണ് അതിനകത്ത് ഒരു മെക്കാനിസമായിട്ട് വരുന്നത്. നമ്മുടെ ഈ ഹൃദ്രോഗവും ഭക്ഷണവും പറയുമ്പോൾ സാധാരണ ഈ ഹൃദ്രോഗികളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ ഉള്ളവർക്ക് വരുന്ന ഒരു മെയിൻ പ്രോബ്ലം ഡയബറ്റീസ് ആയിരിക്കാം. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് അവർ ഭക്ഷണം ഉപയോഗിക്കുന്നത്? ഡയബറ്റിക് പേഷ്യന്റിന് രക്തക്കൊഴലുകൾക്ക് വരുന്ന ഡാമേജ് കാരണമാണ് പ്രമേഹ രോഗികളിൽ എപ്പോഴും ഷുഗർ കൂടുതലാണ് ബ്ലഡിൽ കൂടെയാണ് ഷുഗർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരും. അതുപോലെ ഹീമോഗ്ലോബിൻ ഡാമേജ് ആണ്. ഹീമോഗ്ലോബിൻ മീൻസ് നമ്മുടെ ആർബിസിസ് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ എല്ലാ കോശങ്ങൾക്കും ഡാമേജ് വരികയാണ് ഷുഗർ കൂടി നിൽക്കുന്നത്. അതിന് ഗ്ലൈക്കോസിലേഷൻ എന്ന് പറയും. അപ്പൊ ആ ഗ്ലൈക്കോസിലേഷന്റെ അളവാണ് നമ്മൾ HbA1c 3 മാസത്തെ ആവറേജ് നോക്കുന്നത്. ഷുഗർ എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഭക്ഷണം കുറച്ച് കഴിഞ്ഞാൽ അപ്പോഴും ഷുഗർ കുറയും, മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയും, ഭക്ഷണം കഴിച്ചാൽ ഷുഗർ കൂടും, മരുന്ന് നേരത്തെ കഴിച്ചില്ലെങ്കിൽ ഷുഗർ കൂടും. അപ്പൊ ഇങ്ങനെ ഫ്ലക്ച്വേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ രാവിലെ ഒരു ദിവസം ഒന്ന് നന്നായിട്ടൊക്കെ നോക്കി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വളരെ ലിമിറ്റഡ് ആയിട്ട് കഴിച്ച് ഗുളിയൊക്കെ കഴിച്ചിട്ട് എടുത്തിട്ട് പോയി നോക്കുമ്പോൾ ഷുഗർ നോർമലായിരിക്കും. പക്ഷെ അതേ സമയത്ത് വാദം കഴിഞ്ഞതിന് ഷുഗർ നോക്കിയാണ് നോർമലാണ്. അത് കഴിഞ്ഞിട്ട് വന്ന് 2 ഇഡ്ഡലിയോ 2 ദോശയോ എടുത്ത് കഴിച്ചാൽ ആൾറെഡി ഷുഗർ ഷൂട്ടപ്പ് ചെയ്യും. അപ്പൊ അതിന് ആവറേജ് കൊണ്ടാണ് നമ്മൾ നോക്കുന്നത്. HbA1c ഒരു ഡയബറ്റിക് ആണോ അല്ലാത്തവർക്കാണെങ്കിലും നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഷുഗർ ലെവൽ ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ നോർമലായിട്ട് നിൽക്കുന്നുണ്ടോ HbA1c ആണ് നോക്കുന്നത്. HbA1c നമ്മൾ 5.5 നിർത്താൻ അത് താഴെ നിർത്താൻ എന്നുള്ളതാണ് ഏറ്റവും വേണ്ടത്.
6 ആയാല് pre-diabetic, 5.7 ആയാലും pre-diabetic ആയി, 6.4 മുകളിൽ diabetic ആയി. അങ്ങനെയാണ് കാണുന്നത്. പലപ്പോഴും നമ്മൾ കാണുന്നത് ഡയബറ്റിക് ആയിട്ട് മരുന്നും ഇഞ്ചിനും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവർക്കും പലർക്കും HbA1c വ്യതിയാനമാണ്. അപ്പം ബ്ലഡ് മാത്രമല്ല, രക്തക്കൊള്ളുകൾ മാത്രമല്ല, ഹോൾ ബോഡിയിലെ സെൽസ് ഡാമേജ് ആവുകയാണ്. ഏറ്റവും ഡാമേജ് ഇപ്പം രക്തക്കൊള്ളുകൾക്ക് ഉള്ള ഡാമേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ തോട്ടം കുറയും, കണ്ണിന് ഡാമേജ് വരുന്നത് കൊണ്ടാണ്. ഡയബറ്റിക് പേഷ്യന്റ് കിഡ്നിക്ക് ഡാമേജ് വരുന്നത്, അതുപോലെ ഹാർട്ടിനാണെങ്കിൽ ചൈൽഡ് ഹാർട്ട് അറ്റാക്കുകൾ വരും. ഹാർട്ട് അറ്റാക്ക് വരുന്ന അറിയുകയില്ല. കാരണം നമുക്കറിയാം ഡയബറ്റിക് പേഷ്യന്റിന് പെയിൻസ്, ന്യൂറോപ്പതി വന്നിട്ട് പെയിൻ സെൻസേഷൻ, നേഴ്സിനെ ബാധിച്ച് കഴിഞ്ഞ് പെയിൻ സെൻസേഷൻ പറയും. അതുകൊണ്ടാണ് ഫുഡ് അൾസർ വരുന്നത്. അതുപോലെ തന്നെ ഹാർട്ടിലേക്കുള്ള സെൻസേഷനും കുറയുക, വേദന അറിയാനുള്ള കഴിവ് കുറയും. അതുകൊണ്ടാണ് പലപ്പോഴും ഡയബറ്റിക് പേഷ്യൻസിന് ഹാർട്ട് അറ്റാക്ക് വന്നാൽ അറിയില്ല. പിന്നെ അത് കൂടി കാർഡിയോമയോപ്പതി ആകുമ്പോഴായിരിക്കും പലപ്പോഴും അറിയുന്നത്. അല്ലെങ്കിൽ മേജർ രക്തക്കൊള്ളുകളിലൊക്കെ അടവ് വന്നിട്ട് ആളുകൾ നെഞ്ചുവേദനയൊക്കെ വന്നാൽ മാത്രമേ അറിയുള്ളൂ. പലപ്പോഴും ഈ ചെറിയ രക്തക്കൊള്ളുകൾ വരും. അപ്പം കുറച്ച് പതുക്കെ ഹാർട്ട് ഡാമേജ് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ മറ്റു ഓർഗനുകൾ ബ്രെയിൻ ഡാമേജ് ആയിക്കൊണ്ടിരിക്കും. ഡയബറ്റിക് പേഷ്യന്റ് മെമ്മറിയൊക്കെ കുറഞ്ഞു വരുള്ളൂ. അപ്പൊ പലപ്പോഴും നമ്മൾ അമ്മയൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു പല മൈക്രോ ഇൻഫാക്ട്സും കാണും. ചെറിയ ഇമ്പാക്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല, സ്ട്രോക്ക് ഒന്നും അറിഞ്ഞിട്ടില്ല. ചെറിയ രീതിയിൽ വരുമ്പോൾ നമ്മൾ ഒന്നും സിംറ്റമാറ്റിക് ആവില്ല, അറിയില്ല. അപ്പം ഡയബറ്റീസിലെ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം പല സിംറ്റംസും വിട്ടുപോകും. കാരണം ന്യൂറോപ്പതി ഓൾറെഡി വന്നു പോയിരിക്കുന്നു, പെയിൻ സെൻസേഷൻ വന്നു. അതാണ് സംഭവിക്കുന്നത്. ഈ ഹാർട്ടിന്റെ പ്രോബ്ലംസ് ഉള്ളവര് പലർക്കും തന്നെ പ്രഷറിന്റെ പ്രോബ്ലംസും ഉണ്ടാവാറുണ്ട്. അതേസമയം ബ്ലഡ് പ്രഷറിന് വേണ്ടി ഫുഡിന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കുറച്ച് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ വേണ്ടി വരാറുണ്ട്. ഈ BP ഉള്ളവർക്ക് എങ്ങനെയാണ് ഹൃദ്രോഗമായിട്ട് ഉണ്ടാകുന്നത് ഭക്ഷണത്തിന്റെ? ഡയബറ്റിക് പേഷ്യൻസിനാണ് പറഞ്ഞത് ഡയബറ്റീസ് ഗ്ലൂക്കോസ് വരുന്നതുകൊണ്ടാണ് ഇത് കൂടുന്നത്. ഡയബറ്റീസ് ഡാമേജ് വരുന്നത്. നമ്മൾ ഗ്ലൂക്കോസ് കൺട്രോൾ, അതായത് ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റാണ് കഴിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് ഉള്ളവർ ഡയറ്റ് കഴിക്കുക. അരി, ഗോതമ്പ്, മധുരം, അങ്ങനെ അതായത് സെറിയൽസ് ആണ് നമ്മൾ ഏറ്റവും പറയുന്നത്. അതുപോലെ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഓൺലി ഫ്രൂട്ട്സ് ആണ്, സോളിഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് തിന്നുമ്പോൾ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ മോഡറേറ്റ് ആയിട്ട് എല്ലാത്തിനും കാർബോഹൈഡ്രേറ്റിന്റെ മോഡറേഷൻ കൊണ്ടുവരാൻ ആവശ്യത്തിന് മാത്രം കഴിക്കാണ്. ഷുഗർ കഴിയുന്നതാണ് ഷുഗർ കഴിക്കുന്നത്. അപ്പൊ BP കാര്യത്തിലാണെങ്കിൽ BP ഉള്ളവർ ഡയബറ്റീസ് ഇല്ല, BP മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവരും BPക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കൺട്രോൾ വരുത്തേണ്ടി വരുന്നു. ഡയബറ്റിക് പേഷ്യൻസിന് BP ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡയബറ്റീസ് കൺട്രോൾ ചെയ്യും. അതാണ് RTG ഒപ്പം വേണ്ടത്. അതുപോലെ തന്നെ BP ഉള്ളവർക്ക് മിക്കവാറും ഫാറ്റിന്റെ അളവ് കൂടുതലായിരിക്കും. അത് ഹോർമോണൽ ഇംബാലൻസ്, ബോഡിയിൽ ഫാറ്റിന്റെ അളവ് കൂടുതലുണ്ട്. അപ്പം ആ ഫാറ്റിന്റെ അളവ് കുറയ്ക്കാൻ ഓവറായിട്ട് ഫാറ്റി ഫുഡ് കഴിക്കാൻ പാടില്ല. കാർബോഹൈഡ്രേറ്റ് കുറയും, അതിലൂടെ ഫാറ്റും കൂടെ കുറയും. ഫാറ്റിൽ തന്നെ നമ്മൾ സാച്ചുറേറ്റഡ് ഫാറ്റ്, അതുപോലെ omega-6 നമ്മുടെ ജനതയിൽ നമ്മുടെ ഫുഡിൽ സസ്യ എണ്ണകളും നട്ട്സും ഉണ്ട്. എല്ലാവരും ഒരു ഹെൽത്തി ഫുഡായിട്ടാണ് കഴിക്കുന്നത്. ഡയബറ്റീസുകാരെല്ലാം നട്ട്സ് കഴിക്കും. അതിനകത്ത് ഷുഗർ ഇല്ല, പക്ഷെ അതിനകത്ത് ഓയിലാണുള്ളത്. ആ ഓയില് പ്രത്യേകിച്ച് omega-6 ഓയിലായിരിക്കും. അത് ഇൻഫ്ലമേറ്ററി ആണ്. അപ്പം ഇതിലേക്ക് ഒരു ഇൻഫ്ലമേറ്ററി ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നുകിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഫുഡിനും omega-6 കൂടുതലുള്ള ഫുഡിനും സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലുള്ള ഫുഡിനും നമ്മൾ ഇൻഫ്ലമേറ്ററി ഫുഡിന് നോക്കുന്നത്. പിന്നെ ടോക്സിൻസ് ആണെങ്കിലും അതിൻ്റെയൊക്കെ ഇട്ടാലും ഇൻഫ്ലമേറ്ററി ഫുഡിലാണ്. അത്തരം സാധനങ്ങൾ കുറയ്ക്കാനുള്ളത്. BP ഉള്ള പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം സോൾട്ടിന്റെ അളവ്, സോഡിയത്തിന്റെ അളവ് കുറയ്ക്കുക, പൊട്ടാസ്യത്തിന്റെ അളവ് കുറയ്ക്കുക. അതുപോലെ തന്നെ മഗ്നീഷ്യം, നമ്മുടെ BP കൺട്രോൾ ചെയ്യുന്ന പ്യൂർ എലിമെന്റ്സിൽ ഏറ്റവും പ്രധാനം സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ്, മഗ്നീഷ്യം. അപ്പോൾ സോഡിയം നമ്മൾ BP കൂടാൻ നോക്കും. അതേസമയത്ത് സോഡിയം തീരെ കുറഞ്ഞു പോയാലും BP കൂടും. പല പേഷ്യൻസും കാണാൻ കുറേ നാളായിട്ട് BPക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ അവരുടെ സോഡിയം പ്രിസർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി പോയി ലോ സോഡിയം ലെവലിലേക്ക് പോകും. അപ്പൊ ലോ സോഡിയം ലെവലിലേക്ക് പോകുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ബി പി പോകും, ഇത് കുറഞ്ഞു പോകും. പക്ഷെ അപ്പോഴേക്കും താഴെ വീണ് അത് എടുത്ത് തരത്തി കഴിയുമ്പോഴേക്കും വീട്ടുമാസത്തിലേക്കും പോയിട്ടുണ്ടാവും. അപ്പൊ ആ പലപ്പോഴും പല പേഷ്യൻസും ഡോക്ടറിനൊക്കെ നയിച്ചിട്ട് രാത്രി എഴുന്നേറ്റ് പോയിട്ട് തല ഇറങ്ങി വീഴുന്ന വച്ചുകൊണ്ട് വരുന്നുണ്ട്. മെയിൻ കാരണം ഇന്നത്തെ വീടുകൾക്കൊക്കെ പലപ്പോഴും മെയിൻ കാരണം ഈ മരുന്നെല്ലാം കൂടെ കഴിച്ചിട്ട് ബി പിക്ക് മരുന്ന് കഴിച്ചിട്ട് കിടക്കുന്നു, ബി പി കുറഞ്ഞു പോകുന്നതാണ്. അപ്പൊ ആ എഴുന്നേറ്റ് പെട്ടെന്ന് വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ അഡ്ജസ്റ്റ്മെന്റ് കപ്പാസിറ്റി കുറയും. അപ്പൊ അതിൻ്റെ കൂടെ ഡയബറ്റീസും കൂടെ ഉള്ളവർക്ക് ഓട്ടോണോമിക് ന്യൂറോപ്പതി എന്നുള്ളത് നമ്മുടെ ഇൻവോളണ്ടറി ആയിട്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ബി പി ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു മെക്കാനിസം ഉണ്ട്. ആ നഴ്സിനെ കൂടെ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാനൊക്കെ നോക്കി കഴിയുന്നത്, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ എഴുന്നേറ്റ് പെട്ടെന്ന് എഴുന്നേറ്റ് ചെയ്യാൻ ചിലപ്പോൾ അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് പേഷ്യൻ്റ് ബി പിക്ക് മരുന്ന് കഴിക്കുക. അതുപോലെ പ്രോസ്റ്റേറ്റിക്കും ആണുങ്ങൾ എല്ലാവരും തന്നെ പ്രോസ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള മരുന്ന് കഴിക്കുന്നത് നല്ലൊരു ആൽഫാ ബ്ലോക്കാണ്, അതും ബി പി കുറയ്ക്കുന്നു. അപ്പൊ നമ്മൾ ആരെയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മരുന്ന് കഴിക്കുന്നുണ്ടോ അതിന്റെ സൈഡ് എഫക്റ്റുകളോ വളർത്തുന്നു. അത് ഒരു മരുന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ സൈഡ് എഫക്റ്റ് വരാണ്, അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, നമുക്ക് വേണ്ടി കെയർ എടുക്കാൻ പറ്റുള്ളൂ. ശരിക്കും ഈ പ്രഷറും ഷുഗറും ഒക്കെ നമുക്ക് മരുന്നില്ലാതെ ജീവിതശൈലി രോഗം അപ്പൊ മരുന്നില്ലാതെ കൺട്രോൾ ചെയ്യാവുന്ന ഒരു പ്രോപ്പറായിട്ടുള്ള ഫുഡ് മനസ്സിലാക്കി കഴിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതല്ല മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അവരതിന്റെ എന്ത് മരുന്ന് കഴിക്കുന്നത് ആദ്യം അതിന്റെ സൈഡ് എഫക്റ്റും കൂടെ മനസ്സിലാക്കിയിട്ട് മാത്രമാണ് മരുന്ന് കഴിക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് ആ മരുന്ന് കഴിക്കാതെ ഓരോ മരുന്നിനും അധികം സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അതാണ് നമ്മൾ നോക്കുന്നത്. മരുന്നിന്റെ സൈഡ് എഫക്ട്സ് മനസ്സിലാക്കിയാൽ ആരും തന്നെ മരുന്ന് കഴിക്കാൻ തയ്യാറാക്കില്ല. മരുന്നിന്റെ സൈഡ് എഫക്ട് അറിയാമല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മരുന്നെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ജനറലി കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മതി, ഈ ഫാർമസിസ്റ്റ് അവർ മരുന്നിന് സൈഡ് എഫക്ട് ആണ് പറയുന്നത്. ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് ആ ലെവലിലുള്ളവർ മരുന്ന് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അതേസമയത്ത് ഡോക്ടേഴ്സ് നഴ്സസ് അങ്ങനെയുള്ളവർക്കൊക്കെ അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കൊടുക്കുന്നില്ല, അവരതിന് സൈഡ് എഫക്ട് അല്ല, അവരതിന്റെ ബെനിഫിറ്റ്സ് മാത്രമാണ് പറയുന്നത്. ചെറിയ പെയിൻ കില്ലർ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ബെനിഫിറ്റ് വരുന്നതാണ്. അപ്പം അത് പക്ഷെ നമ്മൾ ബാലൻസ്ഡ് ആണ്, നമ്മൾ ബെനിഫിറ്റ് അറിയുന്നു സൈഡ് എഫക്റ്റ് അറിയുന്നു, രണ്ടും കൂടെ നല്ല മരുന്നുകളും വളരെ ബെനിഫിഷ്യൽ ആണ്. പ്രത്യേകിച്ച് പെട്ടെന്ന് സിംറ്റമാറ്റിക് റിലീഫ്, അതായത് നമ്മൾ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ ഭയങ്കര ബെനിഫിഷ്യൽ. പക്ഷെ നമ്മളുടെ ലോങ് ടൈം ബെനിഫിറ്റ്സ് ഷോർട്ട് ടൈമിന് ഒക്കെ ബെനിഫിറ്റ് ആണ്, പക്ഷെ ലോങ് ടൈം ഇതെല്ലാം സൈഡ് എഫക്ട്സും കൂടെ ഉണ്ടാക്കും, അതും കൂടെ ഉണ്ടാക്കും. കൊണ്ട് മറ്റേ ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ട്. അപ്പൊ ഈ ഹാർട്ട് റേറ്റ് 48ആണ്, കൊളസ്ട്രോള് ബിലോ 100. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഹാർട്ട് റേറ്റ് കുറവാണ്, 48 അപ്പൊ ആൾക്ക് ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യണം. 68 ആണ്. അപ്പൊ അങ്ങനെ ഹാർട്ട് റേറ്റ് കൂട്ടുന്നതാണെങ്കിൽ എന്താണ് എങ്ങനെയാണ് അത് കൊളസ്ട്രോൾ ആവുക എന്നുള്ളത്. ബിപിക്ക് മരുന്ന് കഴിക്കുന്നുണ്ടെന്നാണ്. അതെ, ബിപിക്ക് കഴിക്കുന്നത് ടാബ്ലറ്റ് കഴിക്കുന്നത്. അപ്പൊ ബിപിയുടെ മരുന്നായിരിക്കും ഹാർട്ട് പൾസേറ്റ് കുറയ്ക്കുന്നത്. അത് പ്രത്യേകിച്ച് ബീറ്റ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ഉണ്ട്. നമ്മൾ മിക്കവാറും ഒരു ഫസ്റ്റ് ലൈൻ മാനേജ്മെന്റ് ആയിട്ട് കഴിക്കുന്നതാണ്. ബീറ്റ ബ്ലോക്കേഴ്സ് ഉണ്ട്. ഇതിന്റെ എല്ലാം ഫംഗ്ഷൻ ഹാർട്ടിന്റെ ബീറ്റ് കുറച്ച് നിർത്തുന്നത്, ഹാർട്ടിന്റെ ബീറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ അറിയുന്നു. അപ്പൊ ബീറ്റ് കുറഞ്ഞു പോകുന്നതും കൊള്ളില്ല. ബീറ്റ ബ്ലോക്കേഴ്സ് കഴിക്കുമ്പോൾ നമ്മൾക്ക് ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു ഫൈറ്റ് റിയാക്ഷൻ ഉണ്ടല്ലോ, അതിനാണ് ഒരു അഡ്രിനാലിൻ. നമ്മുടെ അഡ്രിനാലിൻ നമുക്ക് വരുമ്പോഴാണ് നമുക്ക് എനർജി എന്ന് പറയുന്നത് ഇതിലേക്ക് അറ്റാക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാന്നുള്ളതെല്ലാം അഡ്രിനാലിൻ വരിക. അഡ്രിനാലിൻ ആക്ട് ചെയ്യുന്ന ഒരു
റിസപ്റ്ററാണ് ബീറ്റ റിസപ്റ്റേഴ്സ്. ബീറ്റ ബ്ലോക്ക് എന്നാലും രണ്ടിലും ആക്ട് ചെയ്യും. ആൽഫ റിസപ്റ്റേഴ്സ് ഉണ്ട്, ബീറ്റ രണ്ട് ലെവൽ, രണ്ട് ലൈൻ ഓഫ് ആക്ഷനാണ് കണ്ടുപിടിക്കുന്നത്. അതിന് ഈ ബീറ്റയെ ഒന്ന് ബ്ലോക്ക് ചെയ്യുകയാണ് ബീറ്റ ബ്ലോക്കേഴ്സ് ചെയ്യുന്നത്. ബീറ്റ ബ്ലോക്കേഴ്സ് നമ്മുടെ പ്രഷർ കൂട്ടാൻ സമ്മതിക്കില്ല. അപ്പൊ നമുക്ക് ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഓടാനോ എനർജി ഉണ്ടാവില്ല. എനർജി കുറഞ്ഞു പോകും ബീറ്റ ബ്ലോക്കേഴ്സ് ഓവറായിട്ട് എടുത്തുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഒരു നമുക്ക് ഹാർട്ട് പോകുന്നില്ല. പിന്നെ നമ്മൾ ഈ ഹാർട്ട് പേഷ്യന്റുമാണ് ഇരിക്കുന്നത്, അതിന്റെ പുറത്ത് ഇന്നൂടെ എടുത്തു കഴിയുമ്പോൾ ഹാർട്ട് ഇത് കുറഞ്ഞു. പലപ്പോഴും എന്നിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഞാൻ പേഷ്യൻസ് കണ്ടിട്ടുണ്ട്, തീരെ കുറഞ്ഞു പോയിട്ട് അവർക്കൊരു ഏറ്റവും ഫിബ്രിലേഷനിലേക്ക് ചിലപ്പോൾ പോകും ബാംഗ്ലൂർ വെച്ചിട്ട്. അതായത് ഹാർട്ട് ശരിക്ക് ബീറ്റ് ചെയ്യില്ല, വിറച്ചോണ്ടിരിക്കുന്ന പോലെ വരും. അപ്പം അതിന് ബ്ലോക്ക് വേറെ വരുന്നുണ്ട്. അങ്ങനെയുള്ള പറഞ്ഞു ബ്ലോക്ക്, അതായത് ആ ഹാർട്ടിന്റെ സിസ്റ്റത്തിലെ ആ ഇലക്ട്രിക്കൽ ഇമ്പൾസസിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഇതും കൂടെ എടുത്തോണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് അപ്പൊ അത് കൊടുക്കാൻ തുടങ്ങി. എന്നിട്ട് ഇതും കൂടെ ഒന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും ബിപി ഇതായി കഴിയുമ്പോൾ പേസ് മേക്കർ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, പേസ് മേക്കർ വെക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ബാക്കി മരുന്നുകളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി പി ഷുഗറും ഒക്കെ നമുക്ക് മരുന്നില്ലാതെ കറക്റ്റായിട്ട് ഒരു ഒത്തിരി മരുന്നൊക്കെ എടുത്തോണ്ടിരിക്കുന്ന ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ എന്തായാലും എനിക്ക് സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ മരുന്നെല്ലാം കുറച്ചു കൊണ്ടൊന്ന് നിർത്താൻ പറ്റും. ഈ മരുന്നെല്ലാം കുറച്ചു കൊണ്ടൊന്ന് നിർത്തി അപ്പോഴേക്കും മോസ്റ്റ് പ്രോബ്ലം ഈ മരുന്ന് അത് പിക്കപ്പ് ചെയ്യും. ഈ നമ്മളുടെ ഹാർട്ട് റേറ്റ് ഒക്കെ കൂടി വരുന്നതേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസിന്റെ ഭാഗമായിട്ടും ഈ റേറ്റ് കുറഞ്ഞു പോകാം. ആദ്യം നമ്മൾ അറിയുന്നത് പ്രഷറിന് കഴിക്കുന്ന മരുന്നുകൊണ്ടാണെന്നുള്ളതാണ്. പ്രഷറിന് കഴിക്കുന്ന മരുന്ന് കുറച്ച് മിക്കവാറും ഹാർട്ട് റേറ്റ് ഒക്കെ കൂടി വരും. പിന്നെ വെരി അത്ലറ്റിക് ആയിട്ടുള്ളവർക്ക് നമുക്ക് ഹാർട്ട് റേറ്റ് കുറഞ്ഞു നിന്നാലും കുഴപ്പമില്ല. ചില അത്ലറ്റ്സ് ഒക്കെ ഉണ്ട്, അതായത് എൻഡുറൻസ് എക്സസൈസ് ഒക്കെ ചെയ്ത് ഹാർട്ടിന്റെ കപ്പാസിറ്റി കൂട്ടി വെച്ചിരിക്കുന്നത്, അവർക്ക് ഹാർട്ട് ബീറ്റ് കുറഞ്ഞു നിന്നാലും മതി. പക്ഷെ അവരെ നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ എക്സസൈസ് ചെയ്യുന്നു, ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവർക്ക് കൂടുന്നുണ്ടോ നോക്കണം. മരുന്നൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഹാർട്ട് ബീറ്റ് കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുന്നുണ്ടോ എന്നുണ്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു ഓട്ടോഇമ്യൂൺ ഡിസീസിന്റെ ഭാഗമാണ്. അങ്ങനെ വരുമ്പോൾ അതിനെന്താണ് കാരണം എന്ന് കണ്ടെത്തി അവിടെ അന്നിലും നമുക്ക് കൊളസ്ട്രോൾ കറക്ഷൻ മാത്രമേ മാറുകയുള്ളൂ. മരുന്നുകളെ കൊണ്ട് നമുക്ക് വെയിറ്റ് കൂട്ടാൻ കുറച്ചങ്ങോട്ട് ചെയ്യാം, പക്ഷെ പിന്നെ പേസ് മേക്കർ പല കാര്യങ്ങളും ചെയ്യാം. പക്ഷെ അതിനൊന്നും ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമാകുന്നില്ല. പേസ് മേക്കർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സിംപ്ലി ആരും ചില ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, എഞ്ചിനീയേഴ്സ് പോലും, എഞ്ചിനീയർ അത്ര എഡ്യൂക്കേറ്റഡ് ആൾക്കാർ പോലും ഈ പേസ് മേക്കർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാൻ മേലാതെയാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ ഇംപ്ലിക്കേഷൻ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് വരാവുന്ന സൈഡ് എഫക്റ്റ് ഒന്നും അറിയിക്കില്ല. അപ്പൊ പിന്നെ സാധാരണക്കാരന്റെ കാര്യം പറയേണ്ടതില്ല. എഞ്ചിനീയർക്ക് പേസ് മേക്കർ ഉള്ളിൽ വെക്കുന്നതിന് മുമ്പ് എന്താണെന്ന് മനസ്സിലാക്കുക. പറയാൻ കാരണം 65 ഇയർ ഓൾഡ് മാൻ, എനിക്ക് പേസ് മേക്കർ വെച്ചത് കഴിഞ്ഞപ്പോഴാണ് പേസ് മേക്കർ വെച്ച് കഴിഞ്ഞാൽ ചില മരുന്നുകൾ ബ്ലഡ് കോയാഗുലേറ്റ് ചെയ്യാറുണ്ട്, യാതാതിരിക്കുന്ന മരുന്നുകൾ ഞാൻ ഇഗ്നോർ കഴിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു നീഡ് വെക്കും സബ്ക്യൂട്ടേനിയസ് ആയിട്ട്, പക്ഷെ അതിന് നീഡുകൾ ഹാർട്ടിനകത്തേക്ക് പോകാം. 2-3 നീഡുകൾ വയറുകൾ ഹാർട്ടിനകത്തേക്ക് എത്തിയിട്ടില്ല. അപ്പൊ അതിൽ പോയി ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനായിട്ട് നമ്മുടെ ബ്ലഡിന്റെ കട്ടപിടിക്കും ഇല്ലെന്നാക്കി കളയുന്നു. അപ്പൊ അത് നമ്മുടെ ബോഡിയുടെ പ്രൊട്ടക്ഷൻ ആണ് കട്ടപിടിക്കൽ ആകാനുള്ളത്. അപ്പം പ്രഷറൊക്കെ ഉള്ളവരാൾക്ക് ഈ ഇത് വെക്കുന്നത് വലിയ ഡേഞ്ചറസ് ആണ്. പ്രഷർ കൂടി എപ്പോഴെങ്കിലും പ്രഷറുള്ള ആൾക്ക് ഏറ്റവും വലിയ ഡേഞ്ചർ ഉണ്ടാകും. നമ്മളെ സ്ട്രോക്ക്, ബ്രെയിനകത്തേക്ക് ബ്ലഡ് വെസൽസ് പൊട്ടി ബ്ലീഡിങ് വരാനുള്ളതാണ്. അപ്പൊ ബ്ലീഡിങ് വന്നിട്ട് നമുക്ക് നിർത്താൻ പറ്റില്ല, കാരണം ബ്ലഡ് ക്ലോട്ട് ആവുകയില്ല. അതുപോലെ ഒരു മുറിവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്ലോട്ട് ആവില്ല. മുറിവ് വന്നു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ആകാൻ അങ്ങനെ വന്നു കഴിയുമ്പോൾ നിർത്തേണ്ട വരും. ഈ മരുന്ന് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർട്ടില് ഉള്ളിൽ ഇതെല്ലാം കിടക്കുകയില്ല. അപ്പം അകത്ത് രക്തക്കെട്ടുകൾ വരും. അപ്പം നമ്മൾ 60-65 വയസ്സൊക്കെ ആളുകൾ പേസ് മേക്കർക്ക് വെക്കുന്നതിന് മുമ്പ് നമ്മൾ അനുഭവിച്ച സൈഡ് എഫക്ട്സ് മറ്റെന്തെങ്കിലും രീതിയിൽ നമ്മുടെ സാധനം പേസ് മേക്കറിന്റെ ഒരു പ്രത്യേകത എടുത്തു വരാൻ പറ്റില്ല. നീരൊക്കെ ഹാർട്ടിനകത്തേക്കാണ് കിടക്കുന്നത്. അതൊക്കെ അവിടെ
കുറച്ചു പോകും. പിന്നെ അത് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ ഡേഞ്ചറസ് ആണ്, പോസിബിളല്ല. അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മളുടെ ബോഡിയിൽ ഇംപ്ലാന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ഡെഫിനറ്റ്ലി നമ്മൾ അതിന്റെ സൈഡ് എഫക്റ്റ് വേണം, അങ്ങനെ എടുക്കണം എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ ലൈഫ് ലോങ് ആയിട്ട് ഇങ്ങനത്തെ ബ്ലഡ് തിന്നേഴ്സ് അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ റിസ്ക്കാണ് നമ്മൾ എടുക്കുന്നത്. കാരണം നമുക്കൊരു മുറിവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് നിർത്താതെ പറ്റില്ല, നിർത്തിയാൽ കട്ട പിടിച്ച് നമുക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്ത് കാര്യത്തിന് പോകുന്നതിന് മുമ്പ് അതിന്റെ സൈഡ് എഫക്റ്റ് നമ്മൾ സ്വയം കൂടി അസസ് ചെയ്യാൻ നോക്കണം. കാരണം ഇന്ന് സ്പെഷ്യലൈസേഷന്റെ കാലമാണ്. ഡോക്ടേഴ്സിന് അവരവരുടെ ഫീൽഡിലെ ഓൾ ട്രീറ്റ്മെന്റിന്റെ അവൈലബിലിറ്റി പറയേണ്ടത് ബാധ്യതയുണ്ട്. അവർ പറഞ്ഞില്ലെങ്കിൽ, അവരത് അഡ്വൈസ് ചെയ്തില്ലെങ്കിൽ, പിന്നെ എല്ലാവർക്കും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ പേഷ്യന്റോട് ചെയ്ത് കഴിഞ്ഞാൽ അത് പറഞ്ഞില്ലാന്ന്. പിന്നെ അപ്പൊ ഒരു സ്പെഷ്യലിസ്റ്റിനെ അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മെഡിക്കൽ ഫീൽഡിൽ അതിന്റെ എല്ലാ ഓപ്ഷൻസും ഇങ്ങനെ പറയേണ്ടതുണ്ട്. പക്ഷെ അവനവർക്ക് റെസ്പോൺസിബിലിറ്റിയാണ് ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് മുമ്പ് അതിന്റെ സൈഡ് എഫക്റ്റും എല്ലാം സ്വയം മനസ്സിലാക്കി എടുക്കുന്നത്. അല്ലാതെ ഡോക്ടേഴ്സിന് അതിന്റെ എല്ലാ സൈഡ് എഫക്റ്റും ഒന്നും പറഞ്ഞിടാൻ പറ്റില്ല. ഇപ്പൊ എല്ലാം നമ്മുടെ ഫിംഗർ ടിപ്പിലുണ്ടോ, ഒന്ന് ഗൂഗിൾ അടിച്ച് വിക്കിപീഡിയ നോക്കിയാൽ അത് നോക്കി മനസ്സിലാക്കുക. ഗുളിക കഴിക്കുന്നവരാണെങ്കിലും ഈവൻ ഇപ്പൊ നമ്മളൊരു ബൈപ്പാസ് ചെയ്യുകയാണോ, സ്റ്റെൻഡ് ഇടുകയാണെങ്കിലും എന്താ നമ്മുടെ ഉള്ളിലേക്ക് എടുത്ത് വെക്കുന്നത്, അതെന്ത് ഗുണം ഉണ്ടാക്കും, എന്ത് ദോഷം ഉണ്ടാക്കും, ഇത്തരമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രമേ നമ്മൾ സ്റ്റെൻഡ് ഇടാനും ബൈപ്പാസ് ചെയ്യാനും. പിന്നെ ആൻജിയോഗ്രാമിന് പോലും പല സൈഡ് എഫക്ട്സും ഉണ്ട്. ആ ഓൺ ദ സ്പോട്ട് തന്നെ പ്രോബ്ലം വരാം, അതിന് ശേഷമുള്ളത് വരും. അങ്ങനെ ആൻജിയോഗ്രാം ചെയ്താൽ ആൻജിയോപ്ലാസ്റ്റി വരും. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന കെയർ ഇല്ലാതെ എങ്ങനെ അത് മാറ്റാനുള്ളത് ഒക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമേ നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് പോയി എനിക്കറിയാൻ വയ്യായിരുന്നു ഒന്നും പറഞ്ഞില്ല, ഡോക്ടർ പറഞ്ഞില്ല, ഡോക്ടർ ട്രീറ്റ്മെന്റുകൾ പറയുന്നു. പിന്നെ സൈഡ് എഫക്റ്റ് മനസ്സിലാക്കി എടുക്കുന്നത് രോഗിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഡോക്ടേഴ്സിന്റെ മക്കളോ പ്രായമായവരാണെങ്കിൽ എല്ലാവർക്കും അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഈ ഭക്ഷണത്തിനെ പറ്റി പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു ജനറലി ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഹാർട്ടിന്റെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കേൾക്കുന്നത് എണ്ണയുടെ ടൈപ്പ് കൺട്രോൾ ചെയ്യാം, ഏതെണ്ണയാണെന്നുള്ളത് പല അഭിപ്രായങ്ങളുണ്ട്. കുക്കിംഗ് ഓയിൽസിന് ഉപയോഗിക്കുന്ന എണ്ണകളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ളവർ കുക്കിംഗ് ഓയിൽസിനെ പറ്റി എന്താണ് അറിയുന്നത്? ഹാർട്ട് പേഷ്യൻസ് ബേസിക്കലി ഹാർട്ടിന്റെ ബ്ലോക്കിംഗ് ഈ രക്തക്കൊഴലുകളിൽ കൊഴുപ്പടിഞ്ഞിട്ടാണ് ബ്ലോക്ക് വരുന്നത്. അപ്പം കൊഴുപ്പിന്റെ അളവ് മൊത്തത്തിൽ കുറയ്ക്കണം, അതാണ് ഒന്നാമത്. എണ്ണയുടെ ഉപയോഗം മാക്സിമം കുറയ്ക്കണം, എണ്ണ കുരുക്കൾ കുറയ്ക്കണം. അതായത് എള്ളുണ്ട, തേങ്ങ ഒക്കെ അതാണ് വരുന്നത്. അപ്പം ബേസിക്കലി എണ്ണയുടെ ഉപയോഗം കുറയ്ക്കണം. അത് എണ്ണ, അതുപോലെ തന്നെ എണ്ണക്കുരുക്കൾ, അതുപോലെ നട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ നട്ടുകളിലും ഏകദേശം ഡ്രൈ വെയിറ്റിൽ ഏകദേശം ഒരു 60% ഓയിലാണ്, 40 to 60% ഓയിലാണ്. അപ്പൊ എല്ലാ നട്ടുകളുടെയും ഉപയോഗം നമ്മൾ കുറയ്ക്കണം. അപ്പം എണ്ണയുടെ ഉപയോഗം കുറച്ചാലൊക്കെ ഈ കൊഴുപ്പ് ഉപയോഗിച്ച് പോകണം. നമ്മളൊരു മാംസം അവിടെ അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പ് പോകണമെങ്കിൽ അത് ഉപയോഗിച്ച് പോയാൽ മാത്രമേ പറ്റുള്ളൂ. നമുക്കല്ലാതെ എങ്ങോട്ടും അവർക്ക് ഇടാൻ പറ്റില്ല. അപ്പൊ രക്തക്കൊഴലിൽ മാത്രം എടുത്ത് ഇപ്പം പുതിയ ടെക്നോളജികളൊക്കെ വരുന്നുണ്ട്. ആത്തമസിലോസിനെ സക്ക് ചെയ്തെടുക്കാനുള്ള ഏത് നമ്മൾ സ്റ്റെൻഡൊക്കെ ഇടുന്ന പോലെ ബ്ലഡ് ക്യാനിലെ കയറ്റി അവിടുത്തെ എടുക്കാം. പക്ഷെ നമുക്ക് 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ ഒന്നും അല്ല രക്തക്കൊഴലുകളുള്ളത്. ഓൾമോസ്റ്റ് 50,000 മൈലാണ് നമ്മുടെ രക്തക്കൊഴലുകളുടെ വലിയ കിടക്കുന്നത്. അപ്പൊ വലിയ രക്തക്കൊഴലുകളിലൊക്കെ ആണെങ്കിൽ അതിന് ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്നും പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമില്ല. ടെക്നോളജിക്കലി നമുക്കൊരു റിസർച്ച് ആസ്പെക്റ്റിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇപ്പം ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് നാച്ചുറലി നമുക്ക് ഒരു രക്തക്കൊഴലുകളിൽ ഈ
ഫാറ്റ്സ് എന്ന് പറയുന്നത് ആത്തമസ്ലോകത്തിൽ ഫാറ്റ്സ് എന്ന് പറയും. അത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാള് ഒരു 170 സെന്റിമീറ്റർ ഉള്ളൂ, അയാൾ 86 കിലോ ആണ്, അയാൾ ശ്വാസം മുട്ടൽ വന്നു, അല്ലെങ്കിൽ നെഞ്ചുവേദന വന്നു പോയി നോക്കി, ഒരു 5 ഗ്രാം ചെയ്തു, അല്ലെങ്കിൽ ഒരു ട്രെഡ്മില്ല് ചെയ്തപ്പോൾ അതിനകത്ത് ട്രെഡ്മില്ല് പോസിറ്റീവ് ആണ്. അപ്പൊ നാച്ചുറലി നമുക്ക് നെക്സ്റ്റ് 5 ഗ്രാം ആണ്. ട്രെഡ്മില്ല് പോസിറ്റീവ് ആയ സമയത്ത് ഒരു സംശയം ഇതിന്റെ ആവശ്യമില്ല, പോസിറ്റീവ് ആയിരുന്നു 5 ഗ്രാം ചെയ്താൽ അവിടെ ബ്ലോക്കുകൾ ഉണ്ടാവും. 40% ഉണ്ടോ, 80% ഉണ്ടോ, 90% ഉണ്ടോ, എത്രയാണ് മിക്കവാറും 80-90 ഒക്കെ എത്തുമ്പോഴേക്കാണ് ഒരു ട്രെഡ്മിൽ പോസിറ്റീവ് ആകുന്നത്. അപ്പൊ അവർക്ക് ശരിക്കും ചെയ്യേണ്ടത് 5 ഗ്രാമോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ശരിക്കും അവരാണ് 86 കിലോ എന്നുള്ളത് അത് പതുക്കെ കുറച്ചുകൊണ്ട് വന്നു നമ്മുടെ നോർമൽ സെന്റിമീറ്ററിനകത്ത് പ്രത്യേകിച്ച് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നുമില്ല, മസ്കുലർ ബോഡി അല്ലെങ്കിൽ മസ്കുലർ ബോഡി ആണെങ്കിൽ 70 കിലോ വരെയാണ്. വലിയ മസ്കുലർ ബോഡി ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ 70 കിലോയെ കാണും. അത്ര എത്തുമ്പോഴേക്ക് ആ രക്തക്കുഴലിലെ ബ്ലോക്കും കുറഞ്ഞു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പോയി ട്വന്റി എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് നിശ്ചയമാകുന്നത്. അതാണ് ഇതിനകത്ത് വരുന്നത്. ബിക്കോസ് ഞാൻ ഇത്ര കോൺഫിഡൻ്റായിട്ട് പറയാൻ കാരണം നമ്മളത്ര പേഷ്യൻസിനെ കാണുന്നതാണ്. പലപ്പോഴും 5 ഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ 5 ഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് 5 പ്ലാസ്റ്റിക് ചെയ്യാൻ പറ്റില്ല, ബൈപ്ലാസ് ചെയ്യണമെന്ന് പറഞ്ഞ് പേഷ്യൻസിനെ തന്നെ നമ്മളെടുത്ത് തന്നെ കാണുന്നുണ്ട്. അവര് കറക്റ്റ് ആയിട്ട് പറഞ്ഞ ബോഡി കമ്പോസിഷൻ, അതാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എല്ലാത്തിനും നമ്മൾ നീഡ്സ് എന്നൊരു സയൻസ് ഉണ്ട്. ആ സയൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൊപ്പോർഷൻസും കോമ്പോസിഷനും ഉണ്ട്. അത് തെറ്റുമ്പോൾ നമ്മൾ അസുഖത്തിലേക്ക് വരും. അപ്പം ഈ ഹാർട്ട് പേഷ്യൻസ്, BP ഉള്ളവർക്ക്, ബ്ലോക്കുള്ളവർക്ക് ഇതെല്ലാം കുഴപ്പം കൂടുതലാണ്. പിന്നെ കൊഴുപ്പിന്റെ മാക്രോസ്കോപ്പിക് ലെവലുകൾ കൂടുതലാണ്. നെക്സ്റ്റ് കൊഴുപ്പിന്റെ ഘടനയിലെ വ്യത്യാസമാണ്. ഈ കൊഴുപ്പിന്റെ ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാമെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റ്, അതാണ് വെളിച്ചെണ്ണ പോലുമില്ല നമുക്ക് അതിനകത്ത് പറയുമായിരുന്നു. വെളിച്ചെണ്ണയിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് പോലില്ല. പിന്നെ നമ്മൾ ഉള്ളത് ഈ സസ്യങ്ങളുമാണ്. അതിനകത്ത് സാധാരണ കാണുന്ന സസ്യങ്ങൾ ഒമേഗ-6 വലിയ കാര്യമാണ്. സാധാരണ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നതിൽ ഒന്നും തന്നെ ഒമേഗ-3 ഇല്ല. സസ്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ സിംപിളി വെജിറ്റബിൾ ഓയിൽ, അത് ഏതിനാണെന്ന് തന്നെ നമുക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ റൈസ് ബ്രാൻ ഓയിൽ, പിന്നെ കടലെണ്ണ, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഇതിലൊന്നും എണ്ണ അങ്ങനെ ഓരോന്നിനും ഓരോ ഇല്ലായിരിക്കും. ഇപ്പം സൺഫ്ലവർ ഓയിലാണ് 70% ഒമേഗ-6 ആണ്. ഒമേഗ-6 ഇൻഫ്ലമേറ്ററി ആണ്. ഈ ഒമേഗ-6 വരുന്ന സാധനങ്ങളെ ബ്ലോക്ക് ചെയ്യാനാണ് ഈ മരുന്നുകളെല്ലാം ഉപയോഗിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ അതായത് ഒമേഗ-6 ഇൻഫ്ലമേറ്ററി ആണ്, ഇൻഫ്ലമേഷൻ ആണ് നമുക്ക് സിംറ്റംസ് തരുന്നത്, ഡിഫൻസിനുള്ളതാണത്. അതുകൊണ്ട് തന്നെ അതിനെ ബ്ലോക്ക് ചെയ്യാനാണ് ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ മരുന്നുകളും സംസാരിക്കുന്നത്. അതുപോലെ ആസ്മിക്കുള്ളത്, അലർജിക്കുള്ളത്, എല്ലാ മരുന്നുകളും തന്നെ ഈ ആന്റി ഇൻഫ്ലമേറ്ററി എല്ലാം ഒമേഗ-6 ബ്ലോക്ക് ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ ഈ ഓരോ നട്ട്സും, നമ്മൾ ഈ ബദാം, പിസ്ത, ഇതൊക്കെ ഉണ്ടല്ലോ, ബദാം വെയിറ്റ് കിട്ടാണെന്ന് പറയുന്നത് ബദാം നല്ലതാണ്, അതിനകത്ത് പ്രോട്ടീനും ഉണ്ട്, ഫാറ്റും ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ആ ഫാറ്റൊക്കെ എനർജിക്ക് ആയിട്ടുണ്ട്. നന്നായിട്ട് പണി ചെയ്യുന്ന ഒരാൾക്ക് ബദാം കഴിച്ചാൽ ഒരു കുഴപ്പമില്ല, പീനട്ട് കഴിച്ച് കണ്ണ് കഴിച്ചാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ പണി ചെയ്യാതെ വെറുതെ ഇരുന്നുകൊണ്ട് നമ്മൾ ഈ സാധനം കഴിച്ചുകൊണ്ടിരുന്നില്ല. ഇതെല്ലാം നമുക്ക് നമ്മുടെ ബോഡിയിൽ ഒരു ടോക്സിൻ പോലെ എന്തെങ്കിലും ചെയ്യുന്നു. അതാണ് ഇൻഫർമേഷൻ കൂട്ടി നമുക്ക് രോഗം തരുന്നത്. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കഴിച്ചിട്ട് നമ്മൾ ഇതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള മരുന്നുകളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സിംപിളി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ ഇതിന് പോകുന്നത്? അതിനുപകരം ഒമേഗ-6 ഉള്ളതൊന്നും കുറച്ചാൽ പോലും. പിന്നെ നമ്മളുടെ ഹീലിംഗ്, നമുക്ക് നമ്മുടെ ബോഡിയിലെ ഹീലിംഗ് എന്ന് പറയുമ്പോൾ പുതിയ സെല്ലുണ്ടാകും. പുതിയ സെല്ല് കൊണ്ട് ഡാമേജ് ആയ സെല്ലിനെ മാറ്റി കൊടുക്കണം. അപ്പൊ അതിന് വേണമെന്നുണ്ടെങ്കിൽ വേണ്ടത് ഒമേഗ-3 ആണ്. നമ്മുടെ ജനറൽ ഫുഡിൽ ഒമേഗ-3 ഒട്ടും തന്നെയില്ല. അത് ഈ ലീഫി വെജിറ്റബിൾ, അതിൽ തന്നെ ചില ലീഫി വെജിറ്റബിളിലാണ് കൂടുതലുള്ളത്. പിന്നെ ഉലുവയില്, കടല, ഇതിലൊക്കെ വളരെ നേരിയ അളവിൽ ഉണ്ടാക്കുകയുള്ളൂ. അപ്പൊ ആ പിന്നെ നമ്മളുടെ ചാള, അതിനകത്ത് ഒമേഗ-3 ഉള്ളത്. പക്ഷെ ഒമേഗ-6 ഒത്തിരി വലിയാണ്. ഒരു 1 മില്ലി 10-100 മില്ലിഗ്രാം ഒമേഗ-3 ആയിരിക്കും നമ്മളുടെ ഫുഡിലുള്ളത്. പക്ഷെ നമ്മളിങ്ങനെ 10-50 ഗ്രാമാണ്, 50 ഗ്രാം അതിൽ കൂടുതൽ 100 ഗ്രാമും ഒക്കെയാണ് നട്ട്സൊക്കെ ഇട്ട് കഴിക്കുന്നത്. അപ്പൊ
അപ്പോഴേക്കും അതെല്ലാം ബാലൻസ് തെറ്റുകയാണ്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ ഈ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നട്ട്സ് കഴിക്കാതിരിക്കുക. കാരണം ഒമേഗ 3 നമ്മൾ എന്തൊക്കെ ഒമേഗ 3 സപ്ലിമെന്റ്സ് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര സാധനങ്ങൾ കഴിച്ചാൽ ബാലൻസ് കിട്ടും. ഇവിടെ നമ്മൾ ഏറ്റവും നല്ല നട്ടാണെന്ന് പറഞ്ഞ് കഴിക്കുന്നത് വാങ്ങിട്ട് പോകും. അതിനകത്ത് ഒമേഗ 3 ബാലൻസ് 1:5 ആണ്. അതായത് 1 gram ഒമേഗ 3 ഉണ്ടെങ്കിൽ 5 gram ഒമേഗ 6 ഉണ്ട്. പക്ഷെ മറ്റുള്ളത് വെച്ച് നോക്കുമ്പോൾ ബെറ്ററാണ്. കാരണം സൺഫ്ലവർ ഓയിലിനാണെങ്കിൽ ഒന്നുമില്ല, ഒമേഗ 3 ഇല്ല. കാര്യമായിട്ട് വലിയ തോതിൽ എന്തെങ്കിലും ഒമേഗ 3 ഉള്ളത് റൈസ് ബ്രാൻ ഓയിലിൽ നീരിലായിട്ടുണ്ട്. പിന്നെ ഒലിവ് ഓയിലിൽ നീരിലായിട്ട് അത് മാത്രമൊന്നുമില്ല. മറ്റേത് കമ്പാരിറ്റീവ് ഒലിവ് ഓയിലിൽ ഒമേഗ 6 കുറവാണ്. കമ്പാരിറ്റീവ് 10% ഒക്കെ വരുന്നത്. ഒമേഗ 9 ആണ് അതിനകത്ത് കൂടുതലുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് മെഡിറ്ററേനിയൻ ഡയറ്റ് നല്ലതാണ്, ഒലിവ് ഓയിൽ നല്ലതാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനകത്ത് ഒമേഗ 9 ശരിക്കും ബോഡി ബിൽഡിംഗ് ആണ്. അത് അത്ര ഹാർമ്ഫുൾ അല്ല. ഇപ്പൊ സാച്ചുറേറ്റഡ് ഫാറ്റ് ഒമേഗ 6 വന്നു ഇന്നത്തെ ഒത്തിരി കൂടുതലായി. പ്രത്യേകിച്ച് ഡാൽഡ പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഘീയൊക്കെയാണ് മറ്റേ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ്. നമ്മൾ ബേക്കറി ഐറ്റംസിലെല്ലാം അതാണ് വരുന്നത്. അതൊന്നും നമ്മൾ കാണുകയില്ല. കാണാത്ത ഫാറ്റായിട്ട് ഇരിക്കും. എല്ലാം ലിപ്പിഡ്സും അതുപോലത്തെ ബേക്കറി സാധനങ്ങളെല്ലാം നിന്നും അതായിരിക്കും എന്നാണ് പറയുന്നത്. ഇതൊക്കെ വെരി ഹാർമ്ഫുൾ ഫോർ ദ ഹാർട്ടിന്. ഹാർട്ടിന് മാത്രമല്ല രക്തക്കൊള്ളുകൾക്കെല്ലാം രക്തക്കൊള്ളുകൾക്കാവുമ്പോൾ ഹോൾ ബോഡിക്ക് ഡാമേജ് ചെയ്യുന്നു. അപ്പൊ അതും കൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബേസിക്കലി ഹാർട്ട് പ്രോബ്ലം ഉള്ളവർക്ക് ഏതെണ്ണം ഉപയോഗിക്കണമെന്ന് പറയുന്നത് എണ്ണ ഏറ്റവും കുറയ്ക്കുക, അതാണ് ഏറ്റവും പറയുന്നത്. പിന്നെ നമ്മുടെ കോക്കനട്ട് ഓയിലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുമില്ല, ഒമേഗ 3 ഇല്ല, ഒമേഗ 6 ഇല്ല. അപ്പൊ ഒമേഗ 6 കൂടാത്തതുകൊണ്ട് നമ്മൾ ബാലൻസിനെ തെറ്റിക്കില്ല. അപ്പൊ ഏറ്റവും മിനിമം ലെവലിൽ 5-10 എണ്ണം വെച്ചുകൊണ്ട് നോക്കുക. കൂടുതൽ ലീഫി വെജിറ്റബിൾസ് കഴിക്കുക. പിന്നെ നമ്മുടെ കടുകിനകത്ത് കൂടുതലുള്ളതാണ്. ഒത്തിരി കടുക് കഴിക്കാൻ പാടില്ല. ഒരു 5 gram ഒക്കെ കടുക് നന്നായിട്ട് കുഴപ്പമില്ല. അതിനകത്ത് കുറച്ച് ഒമേഗ 3 ഉണ്ട്. അതിനകത്ത് കടുകിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒമേഗ 3 ഒരു റേഷ്യോ 1:2.5 ഒക്കെയാണ്. അപ്പം ഇവൻ നമ്മളുടെ ഇതിലുണ്ട്. പക്ഷെ അതിന് ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അതിനകത്തുള്ള ഒരു മേജർ ഫാറ്റ് ഒരു സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. അത് കൂടുതലും ഉള്ള ഹാർട്ടിന് കൂടുതലാണ്. അതുകൊണ്ടൊരു 1-2 gram കടുക് പൊട്ടിക്കാൻ കടുകിന്റെ ബാക്കി പിന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ എല്ലാത്തിനും മോഡറേഷൻ ഉണ്ട്. ഓവർവെയിറ്റ് ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി കാർബോഹൈഡ്രേറ്റ് കൊടുക്കുക. കാർബോഹൈഡ്രേറ്റ് കൊടുക്കുക, ഫാറ്റ് കൊടുക്കുക, തേങ്ങയൊക്കെ പോലുള്ള സാധനങ്ങൾ. തേങ്ങയാണോ ഏറ്റവും മിനിമം വെളിച്ചെണ്ണ തേങ്ങ എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കുറയില്ല. അപ്പൊ പിന്നെ എന്ത് കഴിക്കാന്നുള്ളതായിരിക്കും മിക്കവാറും ഒരു ചോദ്യം വരുന്നത്. അപ്പോൾ ബേസിക്കലി നമുക്ക് ഒരു രോഗം ഉണ്ടെങ്കിൽ അത് കഴിക്കാവുന്നതുണ്ടെന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് കാരണം അണ്ടർവെയ്റ്റ് കൊഴുപ്പ് കൂടുതലുള്ളത് ഇത് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ബേസിക്കലി ലീഫി വെജിറ്റബിൾ അതിനകത്താണ് വളരെ ന്യൂട്രിയൻ്റ് ഉള്ളത്. ലീഫി വെജിറ്റബിൾ കഴിക്കുക, പയറ് വർഗ്ഗങ്ങൾ കഴിക്കുക. പിന്നെ പയറ് വർഗ്ഗം പ്രത്യേകിച്ച് ചെറുപയറ്, തോരപ്പരിപ്പ്, കടല, അങ്ങനത്തെ സാധനങ്ങൾ മോഡറേറ്റ് ആയിട്ട് ഓവറിന്റെ ആവശ്യമില്ല. നമ്മളിപ്പം ആരും ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും തന്നെ ചെയ്യുന്നില്ല. നമ്മൾ ഏറ്റവും കുറച്ച് കുട്ടികൾ ജീവിക്കാൻ പഠിക്കാൻ വേണ്ടി നമ്മുടെ ചുറ്റും ഫുഡ് ഫ്രണ്ട്ലിയാണ്. പ്രത്യേകിച്ചും ഈ സെറിയൽസ്, അതായത് ധാന്യങ്ങൾ, അരി, ഗോതമ്പ് ഇതൊന്നും വിലയില്ല, വളരെ ഫ്രണ്ട്ലിയാണ്. പക്ഷെ അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഒരു മോഡറേറ്റ് ആയിട്ട് പ്രോട്ടീൻ വേണം, അത്രേ ആവശ്യമുള്ളൂ. നമ്മളിപ്പം പ്രത്യേകിച്ച് നമ്മൾ ഒത്തിരി എക്സസൈസ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് പ്രോട്ടീൻ പോലും വളരെ കുറച്ച് മതി എന്നുള്ളതാണ്. വെള്ളം നന്നായിട്ട് കഴിക്കുക, കുറച്ച് ലീഫി വെജിറ്റബിൾസ് കഴിക്കുക, മോഡറേറ്റ് ആയിട്ട് ഫിഷോ നോൺ വെജ് കഴിക്കുന്നവർക്കാണ് ഫിഷോ മീറ്റോ ഒക്കെ ഒരു മോഡറേറ്റ്. അത് ഫിഷോ മീറ്റും പയറൊക്കെയാണ് പ്രോട്ടീൻ കൂടുതലുണ്ട്. അത് നമുക്കൊരു 200 gram കൂടുതൽ ആവശ്യം വരുന്നില്ല. പിന്നെ മോഡറേറ്റ് ആയിട്ട് ഫ്രൂട്ട്സും ഓവർവെയിറ്റ് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആ ഉള്ള ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മോഡറേറ്റ് ആയിട്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഈ പയറ് വർഗ്ഗങ്ങൾ, ഫിഷ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റേബിൾ ഡയറ്റ് ആയിട്ടുള്ള അരി, ഗോതമ്പ് ആവശ്യമില്ല എന്നുള്ള സ്റ്റേജിലാണ്
അത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് പുറവേറുണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ രോഗങ്ങളുണ്ടോ. രോഗങ്ങളുള്ളവർ മിക്കവാറും ഒരു പുറവേറെ കാണും. ആണെങ്കിൽ ഉള്ളവർ നമ്മൾ ഈ രോഗങ്ങൾക്ക് ആവശ്യമില്ലാന്ന് മനസ്സിലാക്കുക. ഈ രോഗങ്ങൾ മാറ്റി കഴിഞ്ഞാൽ പ്രഷറും ഷുഗറും എല്ലാം കുറഞ്ഞു. ഷുഗർ നമുക്ക് കാണാം. നമ്മള് കാർബോഹൈഡ്രേറ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലല്ല, ചോറ് കഴിച്ചു കഴിഞ്ഞാലാണ് ഷുഗർ ഷൂട്ടപ്പ് ചെയ്യുന്നത്. അത് കഴിച്ചില്ല നമ്മളൊരു കുറച്ചെന്തെങ്കിലും ചീരയോ മുരിങ്ങയിലയോ അങ്ങനത്തെ സാധനം പ്രത്യേകിച്ച് കുറച്ച് ചെറുപയർ വരുമ്പോൾ, അല്ലെങ്കിൽ നല്ല ഷുഗർ ഉണ്ടെന്നുള്ളതാണെങ്കിൽ കുറച്ച് ക്യാബേജും കുറച്ച് മീറ്റും നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ അത് വെച്ചൊരു സൂപ്പ് പോലെ ഉണ്ടാക്കി അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റുമെന്നുള്ളതാണ്. ജസ്റ്റ് 2 hours നമുക്ക് തന്നെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ മൾട്ടിപ്പിൾ മരുന്നുകൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സ്വയം ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്കിത് പറയാൻ കോൺഫിഡൻ്റ് ആയി പറയുന്നതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് സപ്പോർട്ട് വെജിറ്റബിൾ കണക്ഷൻ ആണ് കൊടുക്കുന്നത്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഈ കാര്യങ്ങളൊക്കെ പേഷ്യന്റ് പറയുന്നത് ചെയ്യുന്നവരാണെങ്കിൽ ചിലരുടെ കാണാൻ 10ഉം 20ഉം മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പോലും ഇതിന്റെ മന്ത് നമ്മൾ പറയുന്ന പോലെ ഡയറക്ഷൻ അനുസരിച്ച് പോകുന്ന പേഷ്യന്റിന്റെ ഇതിന്റെ കൊണ്ട് എല്ലാ മരുന്നുകളും കുറച്ചുകൊണ്ട് നിർത്താൻ പറ്റുന്നില്ല. 3-4 മരുന്നൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും മരുന്നുകൾ ചെയ്യും. അതേസമയത്ത് അവർ ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളതിനേക്കാളും ബെറ്റർ ആയിരിക്കുന്നതാണ്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻസുലിൻ കൊണ്ട് 4 ഡയബറ്റീസ് മെഡിസിനും ഉള്ളവരും പലപ്പോഴും ഷുഗർ 100-200 ഒക്കെ ആയിരിക്കും. ഹയർ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. 10, 15, 8, 9 ഏതെങ്കിലും 7 ഒന്നും ആരെങ്കിലും കാണാറില്ല. 10, 11, 12 ഒക്കെ നിൽക്കുന്നവരുണ്ട്. അതിന്റെ എല്ലാം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ എക്സ്പീരിയൻസ് കുറഞ്ഞാണ് വീട്ടിൽ പോകുന്നതനുസരിച്ച് ഏതാണ് ലെവലിൽ നിൽക്കുന്നത്. ആദ്യം വേണ്ടത് നമുക്ക് ഫുഡ് കൺട്രോൾ ചെയ്യും. പ്രത്യേകിച്ചും അരിയും ഗോതമ്പും പോലെയുള്ള സാധനം കൺട്രോൾ ചെയ്യുന്നത് മനസ്സുണ്ടാകും. പക്ഷെ പലർക്കും പേടിയായിരിക്കും ഞാൻ ചോറില്ലാതെ എങ്ങനെയാണ് ജീവിക്കുക എന്നുള്ളത്. ഈ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് ഈ പേടി എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഹൈ ഷുഗറും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഷുഗർ താങ്ങും. അപ്പൊ ഷുഗർ താങ്ങു പോകുന്നതിന്റെ ഡിസ്കംഫോർട്ട് മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഹൈ കാർബോഹൈഡ്രേറ്റുകൾ റൈസിന്റെ കഴിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഈ മരുന്നുകൾ ഡയബറ്റീസ് ആണ്, ഡയബറ്റീസ് ആണ് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ മരുന്നുകൾ നോക്കാം. അപ്പം ഡയബറ്റീസിന്റെ മരുന്നുകളുണ്ട്. അപ്പൊ ഈ ഷുഗർ പങ്ക്ച്വേഷൻസ് പിന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ ആദ്യം ചിലർക്കൊക്കെ ഒരു 2-3 ദിവസം ആകുമ്പോഴേക്കും ചിലപ്പോൾ ഒരു ക്ഷീണം പോകുന്നത്. അത് ബോഡിയുടെ ചേഞ്ച് ഓവർ ഉണ്ട്. അതായത് നമ്മൾ ഫാറ്റ് യൂസ് ചെയ്യണം. അത് വെയിറ്റ് കുറയ്ക്കാനും വേണം. വെയിറ്റ് കുറയ്ക്കാനാണ് നമ്മൾ ഫാറ്റ് യൂസ് ചെയ്ത് കീറ്റോൺ ബോഡിയിലേക്കുള്ള ക്യാൻസർ ഷിഫ്റ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ചിലപ്പോൾ ഒരു ചെറിയൊരു ക്ഷീണമൊക്കെ തോന്നും. പക്ഷെ അതിനെ നമ്മൾ അത് കൗണ്ടർ ചെയ്ത് എങ്ങനെയാണെന്ന് പറഞ്ഞു എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീക്ക്നെസ് ഉണ്ടെങ്കിൽ നമുക്കൊരു സ്മൂത്ത് ആയിട്ട് നമുക്കൊക്കെ ഭക്ഷണം വരാം. ഓൾമോസ്റ്റ് ഈ ഓൾറെഡി ഉള്ളവരാണ് ഒരു 20% ഒക്കെ ഒരു 3 months കൊണ്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ 3 months സിംറ്റമാറ്റിക് റിലീഫ് കിട്ടാൻ മിക്കവാറും ഇതിനുണ്ട് സിംറ്റമാറ്റിക് റിലീഫ് കിട്ടും. ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ആഴ്ചയും റിവ്യൂ ചെയ്യുന്നുണ്ട്. അതിന് വേറെന്താണ് കാരണം എന്നുള്ളത് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം വളരെ നമുക്ക് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഓൾമോസ്റ്റ് 100% നല്ല റിസൾട്ട് കിട്ടുന്നെങ്കിൽ എല്ലാവർക്കും പേഷ്യന്റിന് ചെയ്യുന്നില്ല എന്നുള്ളത്. നമ്മുടെ സയൻസും ബോഡിയുടെ മെക്കാനിസംസും അതവിടെ ഉള്ളതാണല്ലോ. സയൻസിന് വേറെ വേരിയേഷൻ വരുന്നില്ല. അപ്പൊ നമ്മൾ സയന്റിഫിക് ആയിട്ട് പോകുമ്പോൾ അത് ചെയ്യുന്നില്ലെങ്കിൽ അത് എവിടെയാണ് വേറെ പ്രോബ്ലം കണ്ടെത്താമെന്നുള്ളത് നമ്മുടെ ചെയ്യുന്നത്. ഈ ഹാർട്ടിന്റെ ഹൃദയത്തിന്റെ പ്രോബ്ലംസ് ഉള്ള പലർക്കും ഈ ഒരു ക്ഷീണം എന്നുള്ളത് കൂടെ ഉള്ള ഒരു കാര്യമായിട്ട് വരുന്നു. അപ്പൊ അങ്ങനെ ഹാർട്ടിന്റെ പ്രോബ്ലം ഒരു ക്ഷീണമാണെങ്കിൽ, അപ്പം സാധാരണ ക്ഷീണമാണെങ്കിൽ ഭക്ഷണത്തിലാണല്ലോ ആൾക്കാർ ഓവർകം ചെയ്യാൻ ശ്രമിക്കുക. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാർട്ടിന്റെ ക്ഷീണം 2 കാര്യങ്ങളുണ്ട്. ഒന്ന് അവരുടെ രോഗമുണ്ട്. കാരണം അവർക്ക് ഇതൊക്കെ പമ്പ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഹാർട്ട് വീക്കാണ്. ഹാർട്ടിന് ക്ഷീണമാണ്. ഹാർട്ടിന് വയ്യാത്തതാണ്. ആദ്യം
പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന മരുന്നുകളുണ്ട്. പമ്പിങ് കുറയ്ക്കാൻ, വെയിറ്റ് കുറയ്ക്കാനും, BP കുറയ്ക്കാനും. BP കുറയ്ക്കുമ്പോൾ എന്താണ്? പമ്പിങ് വേണ്ട. BP കൂടുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ എവിടെയൊക്കെ രക്തം ഓട്ടം കിട്ടുന്നില്ല, അവിടെയൊക്കെ നിൽക്കാൻ കിട്ടുന്നില്ല, അങ്ങോട്ട് പമ്പിങ് കൂട്ടാൻ വേണ്ടിയിട്ട് BP കിട്ടുന്നു. നമ്മൾ ഹാർട്ടിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന മരുന്നുകളെല്ലാം എന്താ ചെയ്യുന്നത്? ഒന്ന് BP കുറയ്ക്കാനും, ഒന്ന് ബീറ്റ് കുറയ്ക്കാനും, കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എങ്ങനെ ക്ഷീണം ഉണ്ടാകാതിരിക്കുക? ക്ഷീണം ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ മരുന്നുകളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ ലിവറാണ് നമ്മുടെ എല്ലാ സാധനങ്ങളും നല്ലതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒത്തിരി ഓവർലോഡാണ്. ഈ ഹാർട്ടിനും ഇതിനെല്ലാം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഹാർട്ടിൻ ലിവറും ലിവർ വീക്കായിരിക്കും. അപ്പൊ അതിന്റെ ക്ഷീണം വരും. ഹാർട്ടിന്റെ വീക്ക്നെസ് കൊണ്ടുള്ള ക്ഷീണം വരും, ലിവറിന്റെ വീക്ക്നെസ് കൊണ്ടുള്ള ക്ഷീണം വരും. പിന്നെ ഈ ഹാർട്ടിന്റെ രക്തക്കൊഴുപ്പിലേക്ക് മാത്രമല്ല ബ്ലോക്ക് ഉള്ളത്, നമ്മുടെ ബോഡിയിലെ രക്തക്കൊഴുപ്പിലേക്ക് ബ്ലോക്കാണ്. എല്ലാവർക്കും ആവശ്യത്തിന് ന്യൂട്രിയന്റ് കിട്ടുന്നില്ല. അത് പിന്നെ മറ്റ് ക്ഷീണം നാച്ചുറൽ അല്ലേ. പിന്നെ ഈ മരുന്നിന്റെ സൈഡ് ഇഫക്റ്റ് പല മരുന്നുകളും നമ്മൾ നോക്കിയാൽ മതി. ടയർഡ്നെസ്, ഗിഡിനെസ്, ഗ്യാസ്ട്രിക് വയറിനുള്ള അസ്വസ്ഥതകൾ, ഈവൻ മെമ്മറി പ്രോബ്ലംസ്, സ്റ്റാർട്ടിങ്ങൊക്കെ നമ്മുടെ മെമ്മറി കുറയ്ക്കാൻ. കാരണം ബ്രെയിനിന് വേണ്ട, ബ്രെയിൻ ഉണ്ടാക്കിയിരുന്ന ഫാറ്റ് വെച്ചാണ്. അപ്പൊ അതിനകത്ത് കൊളസ്ട്രോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പൊ ആ കൊളസ്ട്രോളിന്റെ അളവ് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റീസിന് പ്രശ്നം വരും. അപ്പൊ എല്ലാ സിസ്റ്റത്തെയും നമ്മൾ മരുന്നുകൾ തളർത്തുകയാണ്. നമ്മൾ മരുന്നുകളെല്ലാം മെറ്റബോളിസത്തെ ബ്ലോക്ക് ചെയ്യാനുള്ളതാണ്. അപ്പൊ രോഗവും നമ്മളെ തളർത്തും, അതിനൊപ്പം നമ്മൾ മരുന്നുകളെ തളർത്തും. അപ്പം എല്ലാവർക്കും ക്ഷീണമായിരിക്കും. എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ പല പേഷ്യൻസും ഉണ്ട് ഓൾറെഡി. അദ്ദേഹത്തിന് ബൈപ്പാസ് ചെയ്തിട്ടുണ്ട്, 3-4 പ്രാവശ്യം സ്റ്റെന്റ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം തീരെ മേല ആൾക്ക് ഒന്നും നടക്കാനോ ഒന്നും കുളിക്കാൻ പോലും മേലാത്ത സ്റ്റേജ്. അത്രയും വിജയാനും ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഇനി ബൈപ്പാസ് ചെയ്യാനും പറ്റില്ല, സ്റ്റെന്റ് ഇടാനും പറ്റില്ല. ഒരു കെട്ട് മരുന്നുമുണ്ട്. അപ്പൊ ഒട്ടും മേലാത്ത അവസ്ഥയാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ്. അദ്ദേഹം കഴിഞ്ഞ് നമുക്ക് സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അതിനകത്ത് ഫുഡുണ്ട്, എക്സസൈസ് ഉണ്ട്. അപ്പം ഇത് ചെയ്യാൻ കുറച്ച് ഓവർവെയിറ്റുമാണ്. കാരണം വലിയതല്ല, പക്ഷെ എന്നാലും 10-15 കിലോ. ഇവിടെ നമ്മൾ ഓവർവെയിറ്റുന്ന ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ ഒരു 10-30 കിലോ കൂടുതൽ ഓവർവെയിറ്റ് ആകുമ്പോഴേ ജനറൽ പോപ്പുലേഷൻ ഓവർവെയിറ്റ് ആയിരുന്നു എടുക്കുന്നത്. പക്ഷെ ഇതിനകത്തിന് ഒരു 10-15 കിലോയോ 15 കിലോ ഓവർവെയിറ്റ് ഉണ്ട്. അപ്പം 8ാം ദിവസമായപ്പോഴേക്കും വരുമ്പോഴേക്കും അദ്ദേഹത്തിന് മരുന്നുകൾ ഓർക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ട് പറഞ്ഞാൽ രാത്രി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. രാത്രി ഭയങ്കര അസ്വസ്ഥതയാണ്, കിടക്കാൻ പറ്റുന്നത്, ഉറങ്ങാൻ പറ്റുന്നത്, മരുന്ന് അസ്വസ്ഥത. അപ്പൊ അദ്ദേഹത്തിന് മരുന്നുകളുടെ ലിസ്റ്റ് നോക്കിയിരുന്നു. അദ്ദേഹം കഴിക്കുന്ന രാത്രി ആസ്പിരിൻ കഴിച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പം അതിന് അസിഡിറ്റിക്ക് വേണ്ടിയിട്ടുള്ള മരുന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷെ രാവിലെ പ്രോഗ്രാമിന്റെ അപ്പം ഈ 2 മരുന്നാണ് വൈകുന്നേരം കഴിക്കുന്നത്. ആസ്പിരിൻ കഴിക്കുന്നത് വെയിൻ്റെ നമ്മൾ കഴിക്കുന്നത്. പിന്നെ കുറെ മരുന്നുണ്ട്. ഒരു നേരം തന്നെ 5-6 അപ്പൊ നമ്മൾ ഗുളികകളായിരുന്നു. ഇതെല്ലാം കൂടെ കഴിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ അസ്വസ്ഥത വരാതിരിക്കും? അപ്പൊ ഈ വൈകുന്നേരത്തെ ആസ്പിരിന്റെ കൂടെ ആണെങ്കിൽ ഇന്നത്തെ അസിഡിറ്റിക്കുള്ള മരുന്നും കൂടെ ഇല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ നമുക്ക് എല്ലാ മരുന്നും ഒന്നിച്ച് നിർത്താൻ പറ്റില്ലല്ലോ. ഈ ആസ്പിരിൻ കഴിക്കുന്നത് ഉച്ചയ്ക്ക് എടുക്കാൻ പറ്റും. അതിന്റെ കൂടെ കൂടെ കൊടുക്കും. ഡയബറ്റീസും ഉണ്ട്, പല കാര്യങ്ങളും ഉണ്ട്. ഡയബറ്റീസിന്റെ മരുന്നുകളെല്ലാം നിർത്തി. അപ്പൊ ഒരാഴ്ച കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ 90% തീർന്നു. കാരണം രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടെ എക്സസൈസ് ടോളറൻസ് കൂടി, അത്യാവശ്യം നടക്കാൻ പറ്റുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യാനൊന്നും നിലയിലേക്ക്. അപ്പം ഇത് അദ്ദേഹത്തിന്റെ പ്രൊപ്പോണന്റുകളൊക്കെ കൂടി കാർഡിയാക് മാർക്കേഴ്സ് ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ കാർഡിയാക് മാർക്കേഴ്സ് കുറയുന്നുണ്ട്. മരുന്ന് കുറച്ചുകൊണ്ട് വന്ന് നിർത്തുന്ന ആണെങ്കിൽ കാർഡിയാക് മാർക്കേഴ്സ്, പ്രൊപ്പോണന്റ്, HSCRP ഇതൊക്കെ കുറയുന്നുണ്ടോ എന്ന് നോക്കിയാണ്. അപ്പം ഈ 2 വീക്സ് ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ എല്ലാ മരുന്നുകളും കുറയ്ക്കാൻ പറ്റുന്നതാണ്. മരുന്നില്ലാതെ കൊളസ്ട്രോൾ കൺട്രോൾ ആവുന്നുണ്ട്, മരുന്നില്ലാതെ BP കൺട്രോൾ ആവുന്നുണ്ട്, മരുന്നില്ലാതെ ഷുഗർ കൺട്രോൾ ആവുന്നുണ്ട്. അതും ഇതിനെ നമുക്ക് അദ്ദേഹം ഫ്രീ ആയി എന്നുള്ളതാണ്. എല്ലാ മരുന്നുകളും നിർത്തി
It's perfectly alright. Perfectly alright എന്ന് പറയാൻ പറ്റില്ല. കാരണം ടെക്നോളജിയിലൊക്കെ ക്ലിയറായി വരണമെങ്കിൽ ടേക്ക് ടൈം. അതിന്റെ പതുക്കെ പിന്നെ നമ്മുടെ ഏജിന്റെ ഫാക്ടേഴ്സ് ഉണ്ട്. 65 വയസ്സ് 70 വയസ്സൊക്കെ ഉണ്ട്. അവരെല്ലാം നമ്മള് 25 വയസ്സിലേക്ക് ചെറുപ്പത്തിലേക്ക് കൊണ്ടുവരാന്നുള്ളതല്ല. പക്ഷെ സാധാരണ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മള് ബോഡി ഏജിൽ കൂടെ നിൽക്കാറുണ്ട്. യൂഷ്വലി ഈ ഡയസ്റ്റൽ ഡിസീസ് ഉള്ളവരുടെ എല്ലാം ബോഡി 50 വയസ്സുള്ളവരുടെ ബോഡി ഏജ് നോക്കുമ്പോൾ 70 120 അത് കുറച്ച് കൊണ്ടുവന്ന് 50 വയസ്സുള്ള ഒരാളാണെങ്കിൽ അത് കൊണ്ടുവന്ന് നമുക്ക് ഒരു 5-10 വയസ്സ് കുറയ്ക്കാൻ പറ്റും. 65 വയസ്സുള്ള ഒരാളെ ഈസി ആയിട്ട് നമ്മൾ കറക്റ്റായിട്ട് പറയുന്നത് ചെയ്താൽ ബോഡി ഏജ് കുറഞ്ഞ് നമ്മൾ 50 വയസ്സിലേക്ക് കൊണ്ടുവരാനും പറ്റും. അപ്പൊ അവർ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 50 വയസ്സിലേക്ക് നമ്മൾ എത്തിക്കുക. 60 വയസ്സുള്ള ഒരാളെ 50 വയസ്സ് ബോഡി എത്തിക്കുക എന്ന് പറഞ്ഞു ആക്ച്വലി അത് ഓൾമോസ്റ്റ് 20 to 30 years 25-30 years ലേക്ക് വരികയാണ്. അപ്പൊ അവരുടെ ഏജിന്റെ ഫാക്ടർ നമ്മളെല്ലാം കമ്പ്യൂട്ടർ കാൽക്കുലേഷൻ ആണ്. അപ്പൊ ആളുടെ ഏജിന്റെ ഫാക്ടർ മാറ്റി അവരുടെ 65 വരും 25 റിയൽ ഏജ് 25 വിട്ട് കഴിഞ്ഞാൽ 24 നിൽക്കണം. ഒരാളുടെ ബോഡി ഏജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവരുടെ ബോഡി ഫിസിക്കൽ പാരാമീറ്റേഴ്സ് എല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതിൽ നമ്മൾ 60 വയസ്സ് വിട്ടാൽ 50 നിൽക്കണം. അപ്പൊ അത്രയാണ് വരുന്നതെങ്കിൽ മിക്കവാറും അവരുടെ ഏജ് ശരിക്കും ഉള്ളതാണ് നമ്മൾ ഇട്ടിട്ട് അവര് 60 വയസ്സിന് ഇതാണ് നമ്മൾ 65 25 24 നിന്നാൽ ആ ഒരു അപ്പൊ നമ്മുടെ യൂസ്ഫുൾനെസ് നിലനിൽക്കുന്നതാണ്. മുടി ഡൈ ചെയ്തിട്ടുള്ള വരച്ച് തന്നെയായിരിക്കും ഇരിക്കുന്നത്. ഈവൻ സ്കിന്നൊക്കെ ഓൾറെഡി ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചിതുണ്ടാവും. പക്ഷെ നമുക്ക് ഈവൻ സ്കിന്നിൽ നമ്മുടെ സ്കിൻ ന്യൂട്രിയൻസ് സ്പെഷ്യൽ ബോഡി കെയർ ന്യൂട്രിയൻസ് കൊടുക്കുന്നുണ്ട്. സ്കിന്നിൽ ചുളിവുകൾ പോലും കുറഞ്ഞു വരുമെന്നുള്ളതാണ്. എന്തെങ്കിലും നമ്മൾ എല്ലാവരും 25 കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ 25 നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയുടെ ഏജ് നമുക്കാക്കാം. പക്ഷെ നമ്മളുടെ ബ്രെയിൻ ഒന്നും ആ രീതിയിലല്ല. ഡൈ ചെയ്യില്ല. പക്ഷെ നമുക്ക് ഡൈ കുറക്കണം. ഡൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഏജിങ് കൂട്ടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിക്ക് നെഗറ്റീവാണ്. കാരണം ഇതെല്ലാം ടോക്സിനാണ്. ഇതൊക്കെ എബ്സോർവ് ചെയ്യും. അപ്പം ബേസിക്കലി രോഗമുള്ളവർ നമ്മൾ കോസ്മെറ്റിക്സിന്റെ ഉപയോഗം ഇന്നത്തെ കഴിഞ്ഞുകൂടെ കൊടുക്കണം. പ്രത്യേകിച്ച് അതിന്റെ കൂടെ ക്യാൻസറോ ഓട്ടോഇമ്യൂൺ ഡിസീസോ അലർജി ഒക്കെ ഉള്ളത് പ്രത്യേകം ചിന്തിക്കുക. നമ്മുടെ ലൈവിന്റെ സമയം ഇത് അവസാനിച്ചത്. അടുത്ത ആഴ്ച ഇതേ സമയം വേറൊരു വിഷയമായിട്ട് വരുന്നതായിട്ട് ആണ്. നമസ്കാരം.